ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ കഴിഞ്ഞയാഴ്ച ബിഗ് ബോസ് മത്സരാർത്ഥികളും പ്രേക്ഷകരും എഴുതിത്തള്ളിയ മത്സരാർത്ഥി ഇയാൾ പുറത്തു പോകാൻ വേണ്ടി എന്നാണ് ബിഗ് ബോസിന്റെ വാതിലുകൾ മലർക്കെ തുറക്കുക എന്ന് നോക്കിയിരുന്ന മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അധികാര കസേരയായ പവർ റൂമിന്റെ വാതിലുകൾ തുറന്ന് ബിഗ് ബോസിന്റെ സർവാധികാരത്തിലേക്ക് എത്തുന്ന വികാരഭരിതമായ നിമിഷങ്ങൾക്ക് ബിഗ് ബോസ് വീട് സാക്ഷിയാകാൻ പോകുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ആദ്യ ആഴ്ച പല കാരണങ്ങൾ കൊണ്ടും ഏറെ നെഗറ്റീവായി തന്നെ നോട്ട് ചെയ്യപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. തൻ്റെ സംസാരം കൊണ്ടും താൻ ചെയ്ത ചില പ്രവൃത്തികൾ കൊണ്ടുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ആഴ്ചത്തെ വെറുക്കപ്പെട്ടവരിൽ ഒരാൾ ആയിരുന്നു ജിൻഡോ. എന്നാൽ ഒന്നാമത്തെ ആഴ്ചയുടെ ലാലേട്ടൻ എപ്പിസോഡ് കഴിഞ്ഞതോടെ ജിൻഡോയ്ക്ക് ഒരു പരിവർത്തനത്തിന്റെ നാളുകളായിരുന്നു. പലരാലും വെറുക്കപ്പെട്ട ജിൻഡോ തൻ്റെ ഗെയിമിലും തൻ്റെ പെരുമാറ്റത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം മാറ്റം വരുത്തി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് കയറിക്കൂടുകയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ബിഗ് ബോസ് വീട്ടിൽ ആദ്യ ആഴ്ച തിരഞ്ഞെടുത്ത പവർ ടീമാണ് നിലവിൽ തുടരുന്നത്. അതിൽ ഒരംഗത്തിന് മാത്രം മാറ്റം വന്നു എന്ന് മാത്രം. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിലെ മറ്റു ടീമുകൾക്ക് പവർ ടീമായി മാറാനുള്ള ചലഞ്ച് ടാസ്കുകൾ നടന്നിരുന്നെങ്കിലും അവസാന റൗണ്ടിൽ നിലവിലെ പവർ ടീമിനെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പവർ ടീമിന് ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ആഴ്ച രണ്ടാം സെറ്റ് മത്സരങ്ങൾ നടന്നിരിക്കുന്നു. പവർ ടീം ഒഴികെയുള്ള 3 ടീമുകൾ തമ്മിലുള്ള 3 സെറ്റ് മത്സരങ്ങളിൽ മറ്റ് 2 ടീമുകളോടും വിജയിച്ച് ജിൻഡോയും രശ്മിൻ ഭായിയും നിഷാനയും അടങ്ങുന്ന ഒരു കുഞ്ഞൻ ടീം പവർ ടീമുമായി മത്സരിക്കാൻ യോഗ്യത നേടുന്നു. അവസാന ദിവസം പവർ ടീമുമായി നടന്ന വളരെ നിർണായകമായ ശ്രദ്ധേയമായ മത്സരത്തിൽ നിലവിലെ പവർ ടീമിനെ പരാജയപ്പെടുത്തി ബിഗ് ബോസിലെ പവർ ടീം ആയി മാറാനുള്ള അർഹത ജിൻഡോയും നിഷാനയും രശ്മിൻ ഭായിയും നേടുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ അധികാര കസേരയായ പവർ റൂമിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ ഇവരിൽ നിന്നും വളരെയേറെ പ്രതീക്ഷിക്കുന്നുണ്ട് താനും. ഇത് ഒരു പവർ റൂമിലേക്കുള്ള വിജയത്തിന്റെ കഥ മാത്രമല്ല, മല്ലയ്യ എന്ന സഹമത്സരാർത്ഥികൾ വിളിക്കുന്ന ജിൻഡോ എന്ന മത്സരാർത്ഥിയുടെ വളരെ നെഗറ്റീവായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പോസിറ്റീവിലേക്ക് നടന്നു കയറുന്ന ഒരു വിജയത്തിന്റെ കഥ കൂടിയാണ്. ഈ വിജയത്തിനും ഈ മുന്നേറ്റത്തിനും പിന്നിൽ 2 കാരണങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന്, ബിഗ് ബോസിലെ പവർ ടീം അംഗങ്ങൾ കണ്ടെത്തിയതുപോലെ തന്നെ ഒരു കുഞ്ഞൻ ടീം എന്ന ഒരു വലിയ ബെനഫിറ്റ്. അതായത് വലിയ ടീമുകളാകുമ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ 3 പേർ മാത്രമാണ് ഈ കുഞ്ഞൻ ടീമിന് അഭിപ്രായങ്ങളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. അതുകൊണ്ട് മത്സരങ്ങൾ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം, ഈ ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ഈ ടീമിലെ 2 മത്സരാർത്ഥികൾ നെഗറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ മത്സരത്തിൽ സജീവമല്ലാത്ത മത്സരത്തിന് ഈ വീട്ടിൽ ഇവർ തുടർന്നു പോകേണ്ട എന്ന് പ്രേക്ഷകരും മറ്റു മത്സരാർത്ഥികളും ചിന്തിക്കുന്ന തലത്തിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളാണ്. ഒട്ടും ആക്റ്റീവ് അല്ല, പവർ ടീമിന്റെ ഭാഗമായിരുന്നിട്ട് പോലും സ്വന്തം അധികാരങ്ങൾ നേരെ ചൊവ്വേ ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന പഴി കേൾക്കുകയും അതിന് പവർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത അംഗമാണ് നിഷാന. അതേസമയം സ്വന്തം നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടും ചില പ്രതികരണങ്ങൾ കൊണ്ടും ബിഗ് ബോസ് വീട്ടിൽ ഒത്തിരിയേറെ വിമർശനങ്ങൾ നേരിട്ട താരമാണ് ജിൻഡോ. തീർച്ചയായും ഇവർക്ക് 2 പേർക്കും വളരെ കൃത്യമായി ബിഗ് ബോസ് വീട്ടിൽ തങ്ങളുടെ സ്ഥാനമുണ്ടെന്നും തങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതുപോലെയല്ല എന്ന് സമൂഹത്തെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയും ഉണ്ടായിരുന്നു. ഇതും ഇവർ വിജയത്തിലേക്ക് വരുന്നതിന് ഒരു കാരണമായിരുന്നു. കഴിഞ്ഞ ദിവസം ജിൻഡോ മല്ലയ്യ എന്നെ ഒരു ക്യാപ്റ്റനാക്കി തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഏതായാലും ഇപ്പോൾ ക്യാപ്റ്റനായല്ല, ക്യാപ്റ്റനും അപ്പുറം വീടിൻ്റെ സർവാധികാരിയായ പവർ ടീം അംഗമായി മാറാൻ മല്ലയ്യയ്ക്ക് കഴിയും. ഒപ്പം മല്ലയ്യയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 ടീം അംഗങ്ങൾക്കും.